ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ഇന്നൊരു നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച പാവയ്ക്ക 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണേ ഉള്ളൂ. എൻ്റെ പാവലെല്ലാം അങ്ങ് കരിഞ്ഞു പോയി. കാരണം ഞാൻ അറിയാതെ മത്തങ്ങയുടെ വള്ളിയാണെന്നും പറഞ്ഞുകൊണ്ട് പാവലിൻ്റെ വള്ളിയെല്ലാം പറിച്ചങ്ങ് കളഞ്ഞ്. ഇന്നലെ രാത്രി ചെന്ന് വൈകുന്നേരം നോക്കുമ്പോഴത്തേന് കംപ്ലീറ്റ് എൻ്റെ പാവലെല്ലാം അങ്ങ് കരിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ 10-40 എണ്ണം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഞാൻ കുപ്പിയെല്ലാം കയറ്റി നിറച്ച് വെച്ചേക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ അങ്ങ് കരഞ്ഞു പോയി. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായി. അവസാനം ഒന്നുമില്ലാതായിപ്പോയല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പാവയ്ക്കായും മാങ്ങായും കൊഞ്ചും കൂടെ ഒരു ചാറ് വെക്കാൻ പോകും കേട്ടോ. ചാറ് കറി. അതിനകത്ത് നമുക്ക് തക്കാളിയും വേണം, കറിവേപ്പിലയും വേണം. കൊഞ്ച്, മാങ്ങ, 2 ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയുടെ ഒരു മാങ്ങയുടെ മാങ്ങാണ്ടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ മാങ്ങാണ്ടി ആ കറിയിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ ഇല്ലേ, രാവിലെ പഴഞ്ചോറൊക്കെ കഴിക്കാൻ നേരം നമ്മളിത് കടിച്ച് പോകും. എന്തോ ടേസ്റ്റാണെന്നറിയാവോ, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ പാവയ്ക്ക ഇത്രയും വേണ്ട, 2 എണ്ണം മതി. പക്ഷേ നിങ്ങളെൻ്റെ പാവയ്ക്ക കാണിച്ചതാണ്, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം 2 പാവയ്ക്ക ഇത്രയും കൂടെ ഒരു ചാറ് കറി വെക്കാൻ പോവാണേ ഇന്ന്. പാനടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് മാത്രം കേട്ടോ. എണ്ണ ചൂടായി. ഞാനേ ഈ പാവയ്ക്ക മാത്രം ഇട്ട് കൊടുക്കുക. പാവയ്ക്ക മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നല്ലപോലെ കയ്പ്പ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പാവയ്ക്കയുടെ കളറെല്ലാം മാറിയുണ്ടോ നോക്കിക്കേ, ഒരു ഗോൾഡൻ കളറായില്ലേ. നല്ല ഇപ്പം കയ്പ്പൊക്കെ അങ്ങ് മാറിക്കോളും. ഇച്ചിരി ഉപ്പങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുള്ളി വിനാഗിരി, ഈ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു തുള്ളി മാത്രം അത് ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം നല്ല കയ്പ്പുള്ള പാവയ്ക്കയാണ്, നമ്മുടെ വീട്ടിലെ തന്നെ പാവയ്ക്ക നല്ല കയ്പ്പുണ്ട്. അപ്പം ഇത് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും പിന്നെ മാങ്ങായും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഇനി ഇതിനകത്ത് ഒരു 3-4 പച്ചമുളക് വേണം. ഞാൻ പച്ചമുളക് എടുത്തില്ലായിരുന്നു, പോയി എടുത്തുകൊണ്ട് വരാം കേട്ടോ. പറിച്ചുകൊണ്ട് വരണം. 4 പച്ചമുളക് ഉണ്ടല്ലോ, നമ്മുടെ മുളകിൽ ഇപ്പോൾ പറിച്ചതാണ്. ഇത് കാന്താരിയാണ് കേട്ടോ. ഈ കാണുമ്പോൾ വലുതാ തോന്നി വലിയ കാന്താരി മുളകാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒന്ന് വേകാനുള്ള വെള്ളം ഒഴിക്കാം മതി. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് വെന്താൽ മതി. കൊഞ്ചിട്ട് കൊടുക്കാനേ. കൊഞ്ചും പാവയ്ക്കായും എല്ലാം കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടോ നോക്കിക്കേ. ഇപ്പം നമുക്ക് ഈ 2 മുരിങ്ങയ്ക്കായും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. മുരിങ്ങയ്ക്കായ മരം നിറയെ നിൽക്കുന്നുണ്ട്, പക്ഷേ പറിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കിടന്നുണങ്ങി പകുതി ഉണങ്ങി കഴിഞ്ഞ് പോവുക. ഇപ്പോഴും ഒത്തിരി നിൽക്കുന്നുണ്ട്, പക്ഷേ ആരും പറിക്കില്ല. 2 എണ്ണം കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിൻ്റെ കൂടെ അതും കൂടെ ആയിരുന്നെങ്കിൽ. ഞാനിപ്പോൾ അരപ്പ് അരച്ചത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം അപ്പുറത്ത് ഇലക്ട്രിസിറ്റിയുടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ ഞാൻ അതുകൊണ്ട് ചെന്ന് കിട്ടിയ സമയം കൊണ്ട് ഓടിച്ചെന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഞാൻ ഈ അരപ്പിനകത്ത് ചേർത്തതെന്ന് പറയുന്നത് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ശകലം മുളക് പൊടി ഇത്രയാണ് ചേർത്ത് ഈ അരപ്പൊഴിച്ചു കൊടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ പാവയ്ക്കായും കൊഞ്ചും കൂടെയുള്ള ചാറ് കറി കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ പാവയ്ക്ക ഇട്ടിട്ട് ഇതുപോലെ ചാറ് കറി വെച്ചിട്ടില്ല. തീയലും അങ്ങനെ പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പാവയ്ക്ക ഇട്ടിട്ട് കൊഞ്ചും കൊണ്ട് ചാറ് വെക്കുന്നത്. എൻ്റെ അമ്മയുടെ സ്ഥിരം കറിയാണ്. അമ്മ മിക്കപ്പോഴും ഇതുപോലെ കറി വെക്കും. അമ്മയ്ക്ക് മസ്റ്റാണ് ഇങ്ങനത്തെ കറിയൊക്കെ. അപ്പോൾ അമ്മ വെച്ചിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വെക്കാൻ അറിയുകയും ചെയ്യും. അമ്മ ചെയ്യുന്ന കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് താമസം മാറിയതിന് ശേഷം ഞാൻ വെക്കുന്ന ആദ്യമായിട്ടാണ്. പിന്നെ പാവയ്ക്ക എപ്പോഴും പല രീതിയിലും വെക്കാറുണ്ട്. ചാറ് കറി ഇപ്പോൾ ആദ്യം വയ്ക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ കറി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ. നമുക്ക് ഈ കറി ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ച് കൊടുക്കാം. ഉണ്ടോ, നല്ലപോലെ പറ്റിയിട്ടുമുണ്ട് കറി. കടുകില്ല, അത് 2-3 കടുകേ ഉണ്ടായിരുന്നത്. കടുക് തീർന്നു. പിന്നെ ഞാൻ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ.
നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. കണ്ടോ? അപ്പം ഈ പാവയ്ക്കായും മാങ്ങായും ഇങ്ങനൊരു കറി വെച്ച് നോക്കണം. ഇതുവരെ ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പാവയ്ക്കായ ആന്ന് പറയത്ത പോലുമില്ല, ഒരു ശകലം പോലും കഴിപ്പില്ല. സത്യം അറിയുന്നേ ഇല്ല. വെറും ഒരു കൊഞ്ച് ചാറ് കറിയാന്നേ വിചാരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അത് ആദ്യം തന്നെ അങ്ങ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ കറി വെച്ചുണ്ടാക്കി കഴിക്കുകയും വേണം. ബൈ, ടാറ്റാ.